അപ്പൊ ചിങ്കിപ്പറവ പറന്ന കിളിയുടെ അടുത്ത് വന്നു. ഞാനെല്ലാം അറിയാനിടയായി. ആ പറവ നിന്നെ കഷ്ടപ്പെടുത്തിയത്. പക്ഷെ നീ തെറ്റിദ്ധരിക്കണ്ട. പാവം ആ കിളിയുടെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നു. ഞാൻ വിഷമിക്കാതെ എന്ത് ചെയ്യാനാ? ജനങ്ങൾ എനിക്ക് സംസാരിക്കാനേ അറിയില്ലെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇതിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അപ്പൊ ചിങ്കി പറഞ്ഞു, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. എനിക്കൊരു പറവയെ അറിയാം. ആ പറവ തീർച്ചയായും നിന്നെ സഹായിക്കും. അങ്ങനെയാണോ? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? എനിക്കും നല്ലതുപോലെ സംസാരിക്കാൻ കഴിയുമോ? തീർച്ചയായും നിനക്ക് സംസാരിക്കാൻ കഴിയും. സംസാരം മാത്രമല്ല, എല്ലാവരുടെ ഒപ്പം സന്തോഷമായി ജീവിക്കാം. നമ്മുടെ കറുത്ത മലയിൽ ആൽമരത്തിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ടാകില്ലേ മൂങ്ങമാമൻ? അദ്ദേഹം വൈദ്യരാ. അദ്ദേഹം നിന്നെ തീർച്ചയായും സഹായിക്കും. രണ്ടുപേരും പറന്ന് മൂങ്ങ വൈദ്യരുടെ അടുത്തേക്ക് ചെന്നു. മാമ, ഇവനെ നോക്കൂ. ഇവന്റെ ശബ്ദം ശരിയാകുമോ? ഇവന് സംസാരിക്കാൻ പറ്റുമോ? അടുത്തേക്ക് വരൂ, വായൊന്ന് തുറന്നു കാണിക്കേ. കിളി അതിന്റെ വായ തുറന്ന് വൈദ്യർക്ക് കാണിച്ചു. അപ്പോ വൈദ്യർ പറഞ്ഞു, ഇവനെ കൊണ്ട് സംസാരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്നാൽ ഇവൻ സംസാരിക്കാൻ ശ്രമിക്കുന്നതേയില്ല. ഇതിന്റെ തൊണ്ടയ്ക്കൊന്നും ഒരു കുഴപ്പവുമില്ല. എന്നാൽ ഒരു തടസ്സമുണ്ട്. മാമ, ഇവന്റെ അച്ഛനമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയി. വേറെ കിളികളും ആരും ഇവനെ അടുപ്പിച്ചില്ല. അവനോട് ആരും ഒന്നും മിണ്ടിയില്ല. ഒരുപക്ഷെ അതുകൊണ്ടാകും അവൻ സംസാരിക്കാനേ ശ്രമിച്ചില്ല.